കഴിഞ്ഞ 1-2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയകളിലും ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് സുനിത വില്യംസ് ഭൂമിയിലേക്ക് തിരിച്ചെത്തി എന്ന് പറഞ്ഞുള്ളൊരു ന്യൂസാട്ടാ. 9 മാസത്തിന് ശേഷം സുനിത തിരിച്ചെത്തി. സുനിത വില്യംസ് ധീരവനിത അല്ലെങ്കിൽ സുനിതയ്ക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസൊക്കെ എല്ലായിടത്തും കാണണേ. ശരി തന്നെയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ബാരി വിൽമോർ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ആസ്ട്രോണട്ടും ഈ സുനിത വില്യംസിൻ്റെ കൂടെ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ മീഡിയയിലൊക്കെ കാണുന്നത് സുനിത വില്യംസിനെ കുറിച്ചാണ്. എല്ലാ മീഡിയസിലല്ല, ചില ഇന്ത്യൻ അല്ലെങ്കിൽ കേരളത്തിലത്തെ ചില മീഡിയകളിൽ മാത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ സമയമില്ലാത്ത സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇൻ്റർനാഷണൽ ന്യൂസിലൊക്കെ രണ്ടുപേരെയും കുറിച്ചിട്ട് ഒരേപോലെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ചില ഇന്ത്യൻ അല്ലെങ്കിൽ ചില കേരളത്തിലത്തെ മാധ്യമങ്ങളിലൊക്കെ സുനിത വില്യംസിനെയാണ് ഡോമിനേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളവർ. ചില ആൾക്കാരെ കമൻറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ചിരിച്ചിരിച്ചാവും. പ്രൗഡ് ടു ബി ഇന്ത്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യൻ ഈ സുനിത വില്യംസിൻ്റെ റൂട്ട്സ് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ അവർ ജനിച്ചതും പഠിച്ചതും വളർന്നതും ജോലി ചെയ്യണതൊക്കെ ഒക്കെ പുറത്താണ്. ഈ ബാരി വിൽമോറും സുനിത വില്യംസ് എന്ന് പറഞ്ഞ 2 അമേരിക്കൻ ആസ്ട്രോണട്ടുകളാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയതും 9 മാസം അവിടെ പെട്ട് കിടന്നതും കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയതും. പക്ഷേ ഏറ്റവും കൂടുതൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നതും റെക്കഗ്നീഷൻ കിട്ടണതും അപ്രിസിയേഷൻ കിട്ടണതൊക്കെ സുനിത വില്യംസിനാണ്. ഇനി ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് ഇയാളെങ്ങനെ അവിടെ മാങ്ങ പൊട്ടിക്കാൻ പോയതാന്ന് വിചാരിച്ചിട്ടുണ്ടാവുമോ? അല്ല, ഇവിടെ നിന്ന് ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലേ? എന്തുട്ടാലേ